ഇവന് ദൈവം ആയുസ് കൊടുക്കും. മോനെ, നീ ഇന്ന് ആള് മാറും. നിന്നെ വെറുതെ ഇവിടെ കൊണ്ടുവന്നല്ല ദൈവം. നിന്റെ പേര് പറ. മനുഷ്യേ, നീ ആദ്യമായിട്ട് എന്നെ കാണുന്നല്ലേ? ഞാനും നിന്നെ ആദ്യമായിട്ട് കാണുക. പക്ഷെ നമ്മളെ രണ്ടുപേരും കൂടെ പരിചയമുള്ള ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിൻ്റെ പേര് യേശു എന്നാ. യേശുവിനെ നിന്നെ അറിയാം, എന്നെ അറിയാം. എല്ലാവരും ആ കൈയൊന്നടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന ഈ ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയെ ദൈവം അവന്റെ സ്ഥിതി മാറ്റാൻ പോവാ. അവന്റെ അവസ്ഥകൾക്ക് ഇന്ന് രാവിലെ വ്യത്യാസം വരുത്താൻ പോവാ. അർദ്ധന ബൗഡപ്രബൽ ഖമനഘടകസിയ. മനുഷ്യ, നീ ആയുസോടെ ജീവിക്കുന്നത് ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാ. നിന്നെക്കുറിച്ച് ഒടയതമ്പുരാനും ഭയങ്കര പദ്ധതിയുണ്ട്. എല്ലാവരും ഒന്ന് കണ്ണടച്ച് കൈയൊന്നടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഞാനേ ഇവനെ കണ്ടപ്പോൾ യേശു എന്നോടൊരു കാര്യം പറഞ്ഞു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ട്. ഇന്ന് ഇവൻ സൗഖ്യമായിട്ടാണ് ഇവിടുന്ന് പോന്നേ. എടാ മോനെ, നീ തിരിച്ച് ഇവിടുന്ന് പോകും. നിനക്ക് എത്ര വയസ്സുണ്ട്? 36 വയസ്സ്. നീ ചത്തുപോത്തില്ല. ഞാൻ നിന്നോട് ദൂത് പറയാം. എടാ, നീ കമ്മലൊക്കെ ഇട്ട് അവിടെ വന്നിരിക്കുമ്പോൾ നീ അലസമായിട്ട് ഇരുന്ന പോലെ എനിക്ക് തോന്നിയ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് ശരീരത്തിന് രോഗമുണ്ടെന്നും ഇന്ന് രാവിലത്തെ പ്രാർത്ഥന നീ സൗഖ്യമാകുമെന്നും നിന്റെ 3 കുഞ്ഞുങ്ങളെയും നിന്റെ മാറോടത്ത് അവരെ കല്യാണം കഴിച്ച് അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നീ കാണുമെന്നും. പക്ഷേ ഒരു പാരമ്പര്യ ശാപം നിന്റെ വീട്ടിലുണ്ട്. ഈ നിന്റെ അപ്പം പെട്ടെന്ന് മരിച്ചില്ലേ, അതൊരു ശാപമാണ്. അതുപോലത്തെ ഒരു പ്രതിസന്ധി ആവർത്തിക്കപ്പെടുക. നിന്റെ എത്രാമത്തെ വയസ്സിലാണ് അപ്പം മരിക്കുന്നേ? 23. അപ്പൻ എത്ര വയസ്സുണ്ടപ്പോ? ഒരു 14 വർഷത്തിനിടയിലുള്ള അടുത്ത സംഭവമായത്. എടാ, ഇന്ന് നിന്റെ പാൻക്രിയാസിനെ യേശു സൗഖ്യമാക്കും. ഇപ്പൊ ഷുഗർ എത്ര ഉണ്ട്? ഭയങ്കരമായിട്ട് ഷുഗർ കയറും, ഷൂട്ടപ്പ് ചെയ്യും. പാൻക്രിയാസിന് പ്രശ്നമാണ്. എന്തൊക്കെയാ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്? അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മോനെ, നിന്റെ പേരെന്നോട് പറഞ്ഞേ. മോനിഷ്. നീ കഴിച്ച ഉടൻ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും, അങ്ങനല്ലേ? ആ, ഷുഗർ കുറയുക. ഒരു വിറയലുണ്ട്. എടാ, വിറയൽ ഇപ്പം നിൽക്കും. നിന്റെ ഷുഗർ നീ ശരിക്കും ഷുഗർ രോഗിയൊന്നും അല്ലായിരുന്നു. എടാ മക്കളെ, നിന്റെ കുഞ്ഞുങ്ങൾ 3 പേരില്ലേ? നിന്റെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞേ. സാവിയ, ശ്രേയസ്, ശ്രിയ. 2 പെണ്ണും 1 ആണും. ആണിനെ ദൈവം തന്ന ഈ പിള്ളേർ 3 ദൈവത്തിന്റെ ദാനമാ. അവരിപ്പോ എവിടാ? കുട്ടികൾ വീട്ടിലുണ്ട്. എനിക്ക് നിന്റെ ഭാര്യയെ കാണണം, നിന്റെ അമ്മയെ കാണണം, നിന്റെ പിള്ളേരെ കാണണം. ഇവർ 3 നീ കൊണ്ടുവരണം. ഭാര്യ ഡൽഹിയിലാ, വരുമ്പോൾ കൊണ്ടുവരണം. നീ യേശുവിന് വേണ്ടി ജീവിക്കുമല്ലോ. നീ പോയി ടെസ്റ്റ് ചെയ്തോ. ഷുഗർ നോർമലായിരിക്കും, നിന്റെ പാൻക്രിയാസ് നോർമലായിരിക്കും. നീ താമസിക്കുന്ന വീടിനകത്ത് വ്യാപരിക്കുന്ന ആധിപത്യത്തിന്റെ സകല കടുങ്കട്ടും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഇവിടുന്ന് ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. കയ്യൊന്നടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാവിലെ ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച്. ഈ ചെറുപ്പക്കാരൻ കമ്മലും ഒക്കെ ഇട്ട് ഞാൻ അവനെ നോക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞു, എടാ, എത്ര ദിവസം കിടന്ന് മെഡിക്കൽ കോളേജിൽ? മെഡിക്കൽ കോളേജ് ഇളക്കി ഇല്ല, മെഡിക്കൽ കോളേജ് ഇളക്കി. എടാ, കരള്, പാൻക്രിയാസ് ഒക്കെ തിരിച്ചു വരും. ആ ഓട്ടയെല്ലാം അടയും, ഇന്നടയും. നീ 36 വയസ്സുകാരൻ ആയുസോടെ നടക്കും. നിന്റെ അപ്പനെ കൊണ്ടുപോയതുപോലെ പിശാചിന് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച്. അഭിഷക്ത, ഞാൻ ഇവനെ കുറിച്ച് ദൂത് പറയുക.
ഇവനും ഇവന്റെ കുടുംബവും ദൈവത്തിന്റെ ആളുകളായിട്ട് മാറും. ഇവൻ ജീവിച്ചിരിക്കും, ഇവന് ദൈവം ആയുസ് കൊടുക്കും. ഇവന്റെ ജീവിതം മുഴുവൻ മാറുന്ന പോലെ ഒരസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. എടാ, നീയേ മാറും. ഇന്ന് നമ്മളെല്ലാം നിർത്തും. ഇന്ന് യേശുവിന് വേണ്ടി ജീവിക്കും. ജീവിക്കില്ലയോ? ജീവിക്കും. കമ്മല് വേണ്ട. സ്വർണ്ണമാണോ? സ്വർണ്ണ ഉരുത്ത നിന്റെ കൈ തിരിച്ചു വരാം. എടാ, ഇവിടെ വരുന്നവരൊക്കെ എന്നെ കാണുമ്പോഴേ അവര് കമ്മൽ ഊരി പോക്കറ്റ് ഇടും. ഞാൻ ഊരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ. ഇനി കമ്മലിടരുത്. ഞാൻ ഇട്ടിട്ടില്ലല്ലോ. കമ്മല് വേണ്ട. അച്ഛന് കമ്മലുണ്ടോ? ഇല്ല. നിങ്ങളിത് കേട്ടോ? അവന്റെ അമ്മയ്ക്ക് വിശ്വാസമില്ല, അവന് ഒന്നിനോടും വിശ്വാസമില്ല. പക്ഷെ ഇപ്പൊ വിശ്വാസമായി. അവന് കമ്മൽ ഒരു പേരോട് പറഞ്ഞോണ്ടിരുന്നത്, എനിക്ക് ഒന്നിനോടും വിശ്വാസമില്ല, എന്റെ അമ്മയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. പക്ഷെ ഇന്ന് രാവിലെ ഇവൻ പ്രാർത്ഥനയ്ക്ക് വന്നതല്ല. അവന് വരും. എടാ, ശരിക്കും നീ പ്രാർത്ഥനയ്ക്ക് വന്നതല്ല, ഇടപെടെ വന്ന ഒരുക്കി ചുമ്മാ കൊണ്ടുവന്ന. ഇതാ യേശു കേട്ടോ, ഇതാ ദൈവം. ഞാൻ ഒരു ദൂതും കൂടെ പറഞ്ഞു വിടുവാ. ഇവൻ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് മാറും. ഇവന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ഞാൻ ആ വസ്തുവിന്റെ കാര്യം വന്ന് കാതി പറഞ്ഞില്ലേ, അതിന്റെ നട്ടൂടെ ഇട്ടോ. കണ്ടോ, കമ്മൽ ഊരിയപ്പോ തന്നെ നിന്റെ മുഖത്ത് തെളിച്ചം കണ്ടോ? എടാ, എനിക്ക് കമ്മലൊന്നും പ്രശ്നമല്ല. എന്നാലും ഈ ആണുങ്ങൾ ഇങ്ങനെ, എടാ, ഇതിന് വില കിട്ടും അത്യാവശ്യം. ഇപ്പൊ സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ? സ്വർണ്ണ അതുകൊണ്ട് കളയണ്ട. ഞാനിത് പ്രാർത്ഥിച്ച് തിരിച്ചു തരുക. തിരിച്ചിടരുത് കേട്ടോ, ഇടണ്ട. നീ ഇടത്തിലെന്ന് എനിക്കറിയാം. നിന്നോട് അടുത്ത കാര്യം പറയുക. അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ കരള് നോർമലായിരിക്കും, പാൻക്രിയാസ് നോർമലായിരിക്കും. നീ ഒരു അത്ഭുതമായിട്ട് മാറും. നിന്റെ കുഞ്ഞുങ്ങളും 3 പേരും ദൈവത്തിന് വേണ്ടി നിൽക്കും. എടാ, ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് വേദന കൂടിയപ്പം നിനക്ക് ചത്തുപോകുന്നൊരു പേടിയുണ്ടായിരുന്നു. സത്യം. തീർച്ചയായിട്ടും എന്നോട് കർത്താവ് പറയുക, മോനെ, നിന്റെ അച്ഛനെ പെട്ടെന്ന് കൊണ്ടുപോയ പോലെ നിന്നെ കൊണ്ടുപോകാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. പക്ഷെ നീ എലോഹിമി വന്നുകൊണ്ട് നിന്റെ ആയുസിനെ തൊടാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന ദൈവത്തിന് ഒരു നന്ദി പറയാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ അല്പനിമിഷം ആ കൈ ഒന്നടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്. എടാ, 1 മിനിറ്റ് ഒന്ന് മുടങ്ങാലിരിക്കാമോ? ഒന്ന് മുട്ടയിരിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഞങ്ങള്. പ്രിയരെ, ഒരു നല്ല ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ, അവന് ശാരീരികമായിട്ട് അത്രയ്ക്ക് വയ്യ. അവൻ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. നിങ്ങൾ ആ കൈ ഒന്ന് നീട്ടി പ്രാർത്ഥിര്. അവൻ ജീവിച്ചിരിക്കണം. അവന്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ അപ്പനായിട്ട് വേണം. അവന്റെ വീട്ടിൽ കടന്നു വന്ന പൈശാചിക മണ്ഡലം മാറിപ്പോകണം. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ അത് അത്ഭുതമായിട്ട് മാറണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ചെറുപ്പക്കാരനെ ഇവിടെ കൊണ്ടുവന്നതിന് നന്ദി. അത്ഭുതമുണ്ടാകട്ടെ, ഷുഗർ നോർമലാകട്ടെ. കർത്താവേ, പാൻക്രിയാസ് പ്രവർത്തിക്കട്ടെ, കരള് പ്രവർത്തിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. കരളിനകത്തുള്ള ഓട്ടകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ അടയട്ടെ. അതിന്റെ പഴുപ്പുകൾ സൗഖ്യമാകട്ടെ. അധികാരത്തോടെ സൗഖ്യമാകാൻ പറയുക യേശുവിൻ നാമത്തിൽ തന്നെ. പക്ഷേ ഞങ്ങൾ കൂടെ ഉണ്ട്. യേശു നിന്റെ കൂടെ ഉണ്ട്. അടുത്ത ആഴ്ച അമ്മയും കൂട്ടി, അമ്മയുടെ പേരെന്തുവാ? ശാന്തമ്മ. അമ്മയും കൂട്ടി പിള്ളേരും കൂട്ടി എത്തിയേക്കണം. ശരി, പോയിരുന്നു.